അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. ഓൾറെഡി ഞാൻ റെഡിയായി. അപ്പം ഞാനിപ്പോൾ കൊണ്ടുപോകാനുള്ള ഫുഡ് എടുക്കുവാണ്. ഞാൻ ഓൾറെഡി ഓട്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കൊണ്ടുപോകുന്നത്. നല്ല തണുപ്പുണ്ട്, മഴയും ഉണ്ട് അതിൻ്റെ കൂടെ. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ കുട എടുക്കാമായിരുന്നു, മോശമായി പോയി. ഇത് കണ്ടോ, ഇതൊരു ഫാക്ടറി ഏരിയയാണ്. ഇവിടെ ഫുള്ള് ഫാക്ടറികളാണ്. അതിൻ്റെ ഒരു അറ്റത്താണ് എൻ്റെ ആംബുലാൻസിയുടെ ഓഫീസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ കൂടെ വരാൻ ഭയങ്കര പേടിയാണ്. ഇങ്ങനെ ഇപ്പോൾ കുറച്ചും കൂടെ വണ്ടികളൊക്കെ ഉണ്ട്, പക്ഷേ ആദ്യം ഇത്ര ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വർക്ക് സ്ഥലത്തേക്ക് എത്തി. ഇപ്പോൾ സമയം 7:44 ഉണ്ട്. ഇപ്പോഴും ഇരുട്ടാണ്. ഓക്കെ, ഞാൻ ടൈം കിട്ടാണ് വീഡിയോ എടുക്കാം കേട്ടോ. ഞങ്ങളിപ്പോൾ 2 പേരുടെ അടുത്ത് പോയി. അപ്പോൾ ഒരാളുടെ അടുത്ത് അവർക്കിങ്ങനെ വാഷണം ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ അടുത്ത് ഹൗസ് ഹാൾട്ടായിരുന്നു. ഹൗസ് ഹാൾട്ട് എന്ന് വെച്ചാൽ വീട്ടിലെ പണികൾ, അതായത് വാക്യൂം ക്ലീനർ വെച്ച് വാക്യൂം ചെയ്യുക, പിന്നെ ഫുഡാക്കി വെക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ. അപ്പോൾ അതും കഴിഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുന്നത് ഡോക്ടറിൻ്റെ അടുത്ത് ഒരു പേപ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള പുള്ളിക്കാരത്തി പോയി എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്നു, അവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പോകുന്ന വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ വണ്ടി, ഒരു കുഞ്ഞു വണ്ടിയാണ്. ഈ വണ്ടി എനിക്ക് ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷെ അവരുടെ പേരുണ്ട് അതിനകത്ത്, അതുകൊണ്ട് ഒരു മടി. നോക്കട്ടെ, അല്ലാണ്ട് സൈഡ് വ്യൂ കിട്ടുമോയെന്ന് അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഈ മൂട്ട വണ്ടിയില്ലേ, നമ്മുടെ നാട്ടിൽ നാനോ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, നാനോ പിന്നെ വലുതാട്ടോ. ഇത് നാനോൻ്റെ അത്ര ഒന്നും ഇല്ല. ഇത് ഞാൻ അകത്തുനിന്ന് കാണിച്ചു തരണേ. യൂറോപ്പിൽ എല്ലായിടത്തും ക്രിസ്മസ് എന്ന് വെച്ചാൽ ഭയങ്കര ആഘോഷമാണ്. അവരിപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞിട്ടില്ലേ. അത് ഇങ്ങനെ ഞാൻ ഓരോ വീടുകളിൽ പോകുമ്പോൾ ആ ഫ്ലാറ്റിൽ മിക്ക വീടുകളുടെയും ഫ്രണ്ടിൽ ഇങ്ങനെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരത്തി എന്തോ ഒരു വൈനാഹ്മാൻ ക്രിസ്മസ് മാൻ എന്ന് പറയുന്നൊരു പ്രതിമ പോലത്തെ സംഭവം, അത് മേടിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലും കൂടെ കയറി. രാവിലെ ഞാനിത് കുടിക്കുന്ന കണ്ടപ്പോൾ എനിക്കത് പിന്നെയും മേടിച്ചു തന്നു പുള്ളിക്കാരൻ. സുഖമാണോ? Sugamano. Ja, das ist die Frage. Das ist die Frage. Ja, alles gut. Das ist die Frage. Sugamano. Ja. Dann sag ich gut. Gut. Ja. Sugamane. Sugamano heißt, wie geht es dir? Und die Antwort ist Sugamane. Ja. Mir geht gut. Richtig? Ja. Sugamane. എനിക്ക് സുഖമാണ്. Sag. Sag oder? Sag.
Einige സുഖമാണ്. Einige സുഖമാണ്. Sugamane. സുഖമാണ്. Ja. Richtig. Hast du noch laufen? Ja. So. Okay. Frau Kirsten, wie geht es dir? Einige സുഖമാണ്. Sugamane. Nochmal. Einige Sugamano. Sugamano ist die Frage. Ja. Sugamane ist die Antwort. Aber wie Einige. Aber da ist doch ein KU. Da wird es nicht ausgesprochen? K. 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 Doppel K. U bedeutet Ku. 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 Einige. Ku. Einige. 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 Das ist mir. Einige. Ja. Sugamane. Geht gut. Ja. Okay. Was wollen wir noch fragen? Ja. Ah, pass auf. Was ist das? Was machst du Was heute? machst du heute? Ja. Sag mal. Unu? Nee. Inu? ഇന്ന് Inne? നീ Ni? എന്താണ് Indane? ചെയ്യുന്നത്? Oh, nochmal. Shi? ചെ- ചെ- She? ചെയ്യുന്നത്. Shenonade? ചെയ്യുന്നത്. She? Nochmal. Shenona? Na, 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 na. na, na, na. Nicht Nade. Nicht Marmelade. Nee, nee. Guck. Ja. ചെയ്യുന്നത്. Shenonade. Da, richtig. Ja, richtig. Ich kann Indisch. Ah. So. Okay. Geschafft. പുള്ളിക്കാർക്ക് ഭയങ്കര Ah, guck mal hier. നമസ്കാരം. Namaskar. നമസ്കാരം. Das heißt Hallo. യാ. Hallo. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സൂപ്പർ. ഉണ്ടായിരുന്നതിൽ വളരെ സന്തോഷം. ജർമ്മനിയിലെ പല വീടുകളും നല്ല പഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റൂമുകൾ, അവിടുത്തെ ഓരോ കാര്യങ്ങളും അത്യാവശ്യം വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നും. അങ്ങനെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഒരു ലിഫ്റ്റായിരുന്നു. അത് നിങ്ങൾ കണ്ടു നോക്കിക്കേ. കാണാനും എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. കയറി നോക്കിയപ്പോഴാണെങ്കിൽ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം പോലും അതിനകത്തില്ല. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഓരോരോ ലിഫ്റ്റേ. ഗൈസ്, എൻ്റെ ഡീൻസ്റ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ തിരിച്ച് ബീച്ചിലേക്ക് പോവാണ്. നാളെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ബ്രെഡും ജാമും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ബ്രെഡ് വീട്ടിലുണ്ട്, പക്ഷെ ജാമില്ലായിരുന്നു. അപ്പം ജാം കയറി മേടിച്ചു. ഗൈസ്, അപ്പോൾ ഞാനങ്ങനെ ബീച്ചിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ കടയിൽ കയറിയിട്ട് ഒരു ജാമ് മേടിച്ചു. അയ്യോ, കുറേ നാൾ പണിയെടുത്തപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര കുഴപ്പമില്ലായിരുന്നു. പുള്ളിക്കാരൻ നല്ല കൂട്ടായിരുന്നു. ഗൈസ്, നമുക്ക് ഡ്യൂട്ടിയുടെ സമയത്ത് 30 മിനിറ്റ് പൗസ് ഉണ്ടാവും, അതായത് ബ്രേക്ക്. പക്ഷേ ഈ ആംബുലാൻസിൽ മിക്കവരും അത് എടുക്കത്തില്ല. അവരിങ്ങനെ ഓരോ വീടുകളിൽ വണ്ടി പോകുന്നതല്ലേ, അപ്പോൾ ഒരു 30 മിനിറ്റ് നിർത്തിയിടുക, അല്ലെങ്കിൽ തിരിച്ച് ഓഫീസിലേക്ക് പോകാനൊന്നും ആരും നോക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നെനിക്ക് പൗസ കുറവായിരുന്നു, ഇല്ലായിരുന്നു, അധികം നേരം എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഫുഡ് കൊണ്ടുപോയത് കഴിച്ചില്ല. അപ്പം ഞാനിവിടെ വന്നു, കഞ്ഞി ചൂടാക്കി, പിന്നെ കടല ഉണ്ടായിരുന്നു, കാണിച്ചുതരാം. ചെറുപയർ കഞ്ഞിയും കടലയും അച്ചാറും. അപ്പോൾ ഗൈസ്, ഞാൻ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ പണികളെല്ലാം തീർത്ത് നാളത്തേക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ കൊണ്ടുവച്ചു. എന്നിട്ട് ഞാനിപ്പോൾ കിടക്കാൻ പോവാണ്. ഇപ്പോൾ സമയം ഒരു 7 മണിയായിട്ടുണ്ട്. ഇനി എനിക്ക് പിടിച്ചിക്കാൻ പറ്റില്ല, കാരണം നാളെ എനിക്ക് രാവിലെ ഒരു 4:30-5 മണിയാകുമ്പോഴത്തേക്ക് എണീക്കണം. 4:30-ക്ക് എണീക്കണം, കാരണം എനിക്ക് 6 മണിക്കാണ് ഡ്യൂട്ടി. ഇവിടുന്ന് ഒരു അരമണിക്കൂർ ബസ്സിൽ പോകണം. അങ്ങനെ എല്ലാം കൂടെ ഭയങ്കര ചൊറയാണ്. അപ്പോൾ ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പം നമുക്ക് നാളത്തെ വിശേഷമായിട്ട് നാളത്തെ വ്ളോഗിൽ കാണാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്, ടാറ്റാ.